അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹാഷിം സുഹ്റ സ്റ്റോറിയിലൂടെ വീണ്ടും നാം കടന്നു വരികയാണ്. പ്രിയമുള്ള എല്ലാവർക്കും ഹാഷിം സ്റ്റോറി കഥ കാത്തു നിൽക്കുന്ന എല്ലാവർക്കും വീണ്ടും നമ്മളെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാവരും ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാ അവസാന ഭാഗത്തിൽ നമ്മൾ പറഞ്ഞത് സുഹ്റയുടെയും ഹാഷിമിൻ്റെയും ഗൾഫിലെ ജീവിതത്തെക്കുറിച്ചാണ്. ഗൾഫിൽ ഹാഷിമിന് നല്ല ജോലി ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ജോലി നഷ്ടപ്പെട്ടു. അതിനുശേഷം രണ്ടാമത് ജോലിക്ക് അപ്ലൈ ചെയ്ത് ജോലി കിട്ടിയെങ്കിലും അതത്ര സുഖമുള്ള ജോലിയായിരുന്നില്ല. ശമ്പളവും കാര്യങ്ങളും ഒന്നെല്ലാം അങ്ങനെ കറക്റ്റ് ആയിരുന്നില്ല. എന്നാൽ പിന്നെ അവിടെ നിന്നുമാണ് സുഹ്റ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്നും സുഹ്റക്ക് ജോലി കിട്ടുകയും എന്നാൽ മുതലാളിയുടെ ഭാഗത്തു നിന്നല്ല മോശമായ പെരുമാറ്റം കൊണ്ട് ആ ജോലിയിൽ നിന്നും സുഹ്റ ഇറങ്ങിപ്പോരുകയാണ്. ഏതായാലും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സുഹ്റയും ഹാഷിമും കൂടി ഒരു തീരുമാനത്തിലെത്തുകയാണ്. പിന്നെ ഇക്ക ഞാൻ പിന്നെ ഇവിടെ അങ്ങനെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമുക്ക് രണ്ടുപേർക്കും ജോലിയൊന്നുമില്ല. നമ്മളിപ്പോൾ എന്താ ചെയ്യുക? പിന്നെ ഒരു കാര്യം ചെയ്യാം ഇക്ക, ഞാൻ നാട്ടിൽ പോട്ടെ. ഇത് കിട്ടുന്ന പൈസ ഇക്കത് ഇവിടെ തന്നെ നമ്മൾ ചിലവാക്കുകയാണെങ്കിൽ പിന്നെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. സുഹ്റ പറഞ്ഞു ശരിയാണ്. എന്നാലും പിന്നെ പെട്ടെന്ന് പോയാൽ നമുക്ക് ഒന്നുകൂടി നോക്കണോ? അല്ലേ അത് വേണ്ട, നമ്മൾ ഒരുപാട് ഇവിടെ ബുദ്ധിമുട്ടായില്ലേ. ഇനിയിപ്പം ഞാൻ നാട്ടിൽ നിൽക്കാം. പിന്നെ ഇക്കാക്ക് നല്ലൊരു ജോലി കിട്ടിയിട്ട് നമുക്ക് നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇക്ക നാട്ടിൽ പോരി. സുഹ്റയുടെ വാക്കുകൾ ശരിയാണെന്ന് ഹാഷിമിന് അങ്ങനെ തോന്നി. ശരിയാണ്, നമ്മളിവിടെ ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ട് ഇവിടെ വാടകയും ഈ ചൂടും സഹിച്ചുകൊണ്ട് ഇവിടെ അങ്ങനെ പട്ടിണി എടുക്കേണ്ട ആവശ്യമില്ല. നാട്ടിൽ പോയാൽ റേഷൻ കടയിൽ നിന്നെങ്കിലും അരി കിട്ടും, അങ്ങനെയെങ്കിലും ജീവിക്കും. അങ്ങനെ സുഹ്റ നാട്ടിലേക്ക് പോവുകയാണ്. ഇൻഷാ അല്ലാ നാളെയാണ് ഫ്ലൈറ്റ്. നാളെ വൈകുന്നേരം 5 മണിക്കാണ്. അങ്ങനെ പിറ്റേ ദിവസം എയർപോർട്ടിലേക്ക് ഹാഷിം സുഹ്റയും കൂടി പോവുകയാണ്. ലഗേജ് പോലും ഇല്ല കാര്യമായിട്ട്. അങ്ങനെ ഒരു പോകുന്ന സമയത്ത് അങ്ങനെ എയർപോർട്ടിലെത്തി. ഹാഷിം സുഹ്റയോട് പറയുകയാണ്, ഓക്കെ പിന്നെ ആര് ലഗേജ് തന്നാലും വാങ്ങരുത്, ഒരു സാധനം കയ്യിൽ തന്നാലും വാങ്ങരുത്. ഇപ്പം ഈ കാലത്ത് പലതും സംഭവിക്കുന്നതാണ്. ഓക്കെ അങ്ങനെ ഓക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം. പിന്നെ ആരോടും കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട, നേരിട്ട് അവിടെ ഇരുന്നാൽ മതി. ഓക്കെ ഹാഷിമിനോട് യാത്ര പറഞ്ഞുകൊണ്ട് സുഹ്റ എയർപോർട്ടിന് ഉള്ളിലേക്ക് പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ്, വളരെ നേരത്തെ ആയിരുന്നു, ചെക്കിങ് ബോർഡിംഗ് പാസ് എല്ലാം കഴിഞ്ഞു, എല്ലാം കിട്ടി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സുഹ്റയുടെ അടുത്തേക്ക് ഒരാൾ ഓടി വരികയാണ്. അസ്സലാമു അലൈക്കും. അറിയാം. സുഹ്റ ഒന്ന് നോക്കി. ആരാണത്? എവിടെയോ കണ്ട പരിചയം. എങ്കിലും മിണ്ടാതിരിക്കാം നല്ലത്. സുഹ്റയുടെ കൂടെ സ്കൂളിൽ പഠിച്ചിരുന്ന റാഫി എന്ന് പറഞ്ഞ ആളായിരുന്നു അത്. സുഹ്റ അറിഞ്ഞ പാവം നടിച്ചില്ല, മുഖത്തേക്കൊന്ന് നോക്കി ചിരിച്ചു, അത്രമാത്രം. അല്ല സുഹ്റ, എന്നെ മറന്നോ? ഞാൻ ആരാന്ന് അറിയില്ല, എന്നെ ഓർമ്മയില്ലേ? ഞാൻ റാഫി, അവിടെ അടുത്തുള്ള. മറന്നില്ലേ നമ്മളൊക്കെ? സുഹ്റ മിണ്ടാതിരുന്നു. കാരണം സുഹ്റക്ക് പണ്ട് സംസാരശേഷി ഇല്ലായിരുന്നു. സംസാരശേഷി കിട്ടിയ വിവരം ആരോടും സുഹ്റ അറിയിച്ചിരുന്നില്ല. സുഹ്റ ഞാൻ മറന്നുപോയി. സുഹ്റക്ക് അന്ന് സംസാരിക്കാനുള്ള കഴിവ് ഉണ്ടായിരുന്നില്ലല്ലോ. സുഖല്ലേ? പിന്നെ സുഹ്റ ഫോൺ നമ്പർ തന്നാൽ ഞാൻ മെസ്സേജ് ചെയ്യാം. സുഹ്റ സിമ്മില്ല എന്ന് ആക്ഷൻ കാണിച്ചുകൊണ്ട് അങ്ങനെ പതുക്കെ അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ്. എന്നാൽ റാഫിയുടെ മനസ്സിൽ സുഹ്റയെ കുറിച്ചുള്ള നല്ല ചിന്തകളായിരുന്നു. റാഫി
ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു സുഹ്റയെ. പൂവേ പൂക്കും മോഹക്കൊമ്പിൽ സ്നേഹം പൂക്കും നില്ലേ, മുത്തം നൽകാം പൊന്നേ മലരേ മലരേ, മനസ്സിൽ ഇഷ്ക് നിറഞ്ഞെൻ്റെ വേഴാമ്പലേ. പൂവേ പൂക്കും മോഹക്കൊമ്പിൽ സ്നേഹം പൂക്കും നില്ലേ, മുത്തം നൽകാം പൊന്നേ മലരേ മലരേ, മനസ്സിൽ ഇഷ്ക് നിറഞ്ഞെൻ്റെ വേഴാമ്പലേ. ആശയോടെ പെയ്തിറങ്ങാൻ പൂമഴയായ വാർമുകിലേ, ബുദ്ധി തീരായി പൂമുഖം ഞാൻ കൈക്കുമ്പിലാക്കാം പൂനിലാവേ. പൂത്തു നിൽക്കും പൂമരച്ചോട്ടിൽ പൂമാല കോർത്തന്നെ കാത്തിടുമോ, പൂഞ്ചോല പൈങ്കിളിയെ മയിലാഞ്ചി ചോപ്പഴകെ. ആ പൂവേ പൂക്കും മോഹക്കൊമ്പിൽ സ്നേഹം പൂക്കും നില്ലേ, മുത്തം നൽകാം പൊന്നേ മലരേ മലരേ, മനസ്സിൽ ഇഷ്ക് നിറഞ്ഞെൻ്റെ വേഴാമ്പലേ. അതെ, സുഹ്റയെ പണ്ട് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന മനുഷ്യനായിരുന്നു റാഫി എന്ന ചെറുപ്പക്കാരൻ. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ റാഫിക്ക് സുഹ്റയെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. എന്നാൽ സുഹ്റ അടക്കവും ഒതുക്കവും അച്ചടക്കവുമുള്ള ഒരു പെൺകുട്ടിയായതുകൊണ്ട് അങ്ങനെ ആരോടും യാതൊരു സഹവാസത്തിനും നിന്നിരുന്നില്ല. സുഹ്റ ഒരു പാവം പെൺകുട്ടിയായിരുന്നു. റാഫി ആകട്ടെ സുഹ്റ ഈ കാട്ടിക്കൂട്ടിയത് കണ്ടപ്പോൾ വല്ലാത്ത അരിശമായി. റാഫി സുഹ്റയുടെ അടുത്തേക്ക് വീണ്ടും പോവുകയാണ്. പിന്നെ ഇത് എയർപോർട്ടാണ്, ഇവിടുന്ന് അങ്ങനെ പ്രശ്നക്കാരൻ പറ്റൂല. ഓക്കെ, അതുകൊണ്ട് നമ്പറായിട്ട് ഭീഷണിയുടെ സ്വരം റാഫിയുടെ വാക്കുകളിൽ എന്നും കാണായിരുന്നു. എന്നാൽ സുഹ്റ മൈൻഡ് ചെയ്യാതെ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. സുഹ്റയുടെ പിന്നാലെ നടക്കുന്നത് കണ്ട് ഒരാൾ ചോദിച്ചു, ഹല എന്താ പ്രശ്നമുണ്ടോ? സുഹ്റ ഒന്നുമില്ല എന്ന് ആംഗ്യം കാണിച്ചു. ആ സംസാരശേഷി ഇല്ലാത്ത കുട്ടിയെ പോലെ തന്നെയായിരുന്നു സുഹ്റ അവിടെയും പെരുമാറിയത്. സംസാരശേഷി ഇല്ലാത്തത് ആണ് ഇവിടെ നല്ലതെന്ന് സുഹ്റക്ക് വളരെ വ്യക്തമായി അറിയാമായിരുന്നു. എന്താന്ന് വെച്ചാൽ ഇവിടെ കൂടുതൽ സംസാരിച്ചാൽ റാഫിയുമായി സംസാരിക്കേണ്ടി വരും, നമ്പർ കൊടുക്കേണ്ടി വരും എന്നതുകൊണ്ട് തന്നെ സുഹ്റ ഒന്നും മിണ്ടാതിരുന്നു. റാഫി ആകട്ടെ അങ്ങനെ ഓരോന്ന് സംസാരിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെ അവസാനം വിമാനത്തിന്റെ സമയമായി വിമാനത്തിലേക്ക് കയറുകയാണ്. നോക്കുമ്പോൾ വിമാനത്തിൽ സുഹ്റയുടെ നേരെ ബേക്കിലെ സീറ്റിൽ റാഫിയും ഇരിക്കുകയാണ്. എൻ്റെ പഠിച്ചോനെ, ഇയാളത് എന്തിനുള്ള പുറപ്പാടാ? എൻ്റെ അടുത്ത് തന്നെയാണല്ലോ, എൻ്റെ ബാക്കിൽ തന്നെയാണല്ലോ ഇയാൾ ഇരിക്കുന്നത്. എൻ്റെ ഹാഷിമിക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അനുഭവം ഉണ്ടാവുമായിരുന്നില്ല. പാവം എൻ്റെ ഹാഷിംഖ ഇപ്പോൾ എന്തെടുക്കാനാവും? മരുഭൂമിയിൽ പാവം ഒരുപാട് വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുകയായിരിക്കും എൻ്റെ ഹാഷിംഖ. എൻ്റെ ഹാഷിംഖ അല്ലാതെ വേറൊരാളെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അതിനിടയിലാണ് ഇയാൾ വന്ന് വെറുതെ ശല്യം ചെയ്യാനിരിക്കുന്നത്. എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ഇയാളുടെ ഉദ്ദേശം. സുഹ്റ നേരെ സീറ്റിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കാതെ അങ്ങനെ ഫ്ലൈറ്റ് കാലിക്കറ്റ് എയർപോർട്ട് ലക്ഷ്യമാക്കി ഉയർന്ന് പോവുകയാണ്. ഹാഷിംഖയെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു സുഹ്റയുടെ മനസ്സിലെല്ലാം. എൻ്റെ പ്രിയപ്പെട്ട ഹാഷിംഖ സംസാരശേഷിയില്ലാത്ത എന്നെ ഒരുപാട് സ്നേഹിച്ചു.
എൻ്റെ കുറവുകൾ എല്ലാം അറിഞ്ഞിട്ടും ഹാഷിം ക എന്നെ സ്വീകരിക്കുകയായിരുന്നു. ഈ ഹാഷിം ക അല്ലാതെ മറ്റൊരാളെ എനിക്ക് മനസ്സിൽ ചിന്തിക്കാൻ പോലും സാധ്യമല്ല. എന്നെ സംസാരശേഷിയില്ലാത്ത എന്നെ ഗൾഫിലേക്ക് കൊണ്ടുപോയി ഹാഷിം കയുടെ എല്ലാവിധ സമ്പാദ്യങ്ങളും കൊണ്ട് എന്നെ ചികിത്സിച്ചു. എനിക്ക് സംസാരശേഷി തിരിച്ചു കിട്ടി. എൻ്റെ നാഥ, ഹാഷിം കയെ സംരക്ഷിക്കണേ അല്ലാഹുവേ. നിന്റെ കാവൽ ഇക്കാക്ക് എപ്പോഴും ഉണ്ടായിരിക്കണേ. മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് സഹ്റ വിമാനത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. അതെ, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വിമാനം പറന്നു പോകും. എൻ്റെ ഹാഷിം കൈ വിട്ട് ഞാൻ പോവുകയാണ്. മനസ്സ് സുഹറയുടെ മനസ്സ് ഉള്ളു പിടയുകയാണ്. അങ്ങനെ ഹാഷിമിനെ വിട്ടുകൊണ്ട് സുഹറ ഗൾഫ് നാട്ടിൽ നിന്നും അങ്ങനെ പറന്നു വീഴുകയാണ്. ഒരു മന്ദഹാസപ്പൂ തന്നതിൽ ഇന്നോളം ഒരു വാക്ക് കൊണ്ടെങ്കിലും മിണ്ടേലാത്തെല്ലോളം മൗനാനുരാഗം കൊണ്ട് ഒരു കഥ രചിക്കാലോ. മൗനാനുരാഗം കൊണ്ട് ഒരു കഥ രചിക്കാലോ. മൗത്തോളം പ്രിയേ നിന്നെ കാത്ത് ഞാൻ സൂക്ഷിക്കാലോ. ഒരു മന്ദഹാസപ്പു തന്നതിൽ ഇന്നോളം ഒരു വാക്കു കൊണ്ടെങ്കിലും മിണ്ടിയില്ലാത്തല്ലോളം മൗനാനുരാഗം കൊണ്ട് ഒരു കഥ രചിക്കാലോ. മൗത്തോളം പ്രിയേ നിന്നെ കാത്തു ഞാൻ സൂക്ഷിക്കാലോ. കരിമിഴിക്കോണിൻ്റെ എഴുത്താണി കൊണ്ടെൻ്റെ കരളിൻ്റെ കടലാസിൽ കുറിച്ചു പെണ്ണ് നിന്റെ കണ്ടാലും കാണാത്ത ഭാവാഭിനയം കൊണ്ട് കൺമുന്നിലൂടെ മന്ദം പോകും എന്ന്. കൺമുന്നിലൂടെ മന്ദം പോകും എന്നും. ആടാതെ പാടാതെ മരം ചുറ്റിയോടാതെ നിലയത്തിൻ കുറിമാനം കൈമാറ്റമില്ലാതെ കരിമിഴിക്കോണിൻ്റെ എഴുത്താണി കൊണ്ടെൻ്റെ കരളിൻ്റെ കടലാസിൽ കുറിച്ചു നീയും വന്ന് കണ്ടാലും കാണാത്ത ഭാവാഭിനയം കൊണ്ട് കൺമുമ്പിലൂടെ എന്നു പോകും എന്ന്. കൺമുമ്പിലൂടെ എന്നും പോകും പെണ്ണ്. ഹാഷിമിനെ കുറിച്ചുള്ള ചിന്തയുമായി വിമാനം അങ്ങനെ പറന്ന് പോവുകയാണ്. അതെ, ഇപ്പോൾ മേഘത്തോടടുത്തിരിക്കുന്നു. വളരെ ഉയരത്തിലാണ്. എൻ്റെ പഠിച്ചോനെ, എൻ്റെ ഹാഷിം ക ഒരുപാട് അങ്ങ് താഴത്തായതുപോലെ ഹാഷിമിനെ കുറിച്ചുള്ള ചിന്തകൾ സുഹറയുടെ കണ്ണ് നിറയ്ക്കുകയാണ്. സുഹറ അറിയാതെ പൊട്ടി കരയുകയാണ്. അങ്ങനെ വിമാനം വളരെ ഉയരത്തിൽ അങ്ങനെ പറക്കുകയാണ്. ഏതായാലും ഹാഷിമിന്റെ ചിന്ത സുഹറയെ വല്ലാതെ വിഷമിപ്പിച്ചു. വിമാനത്തിലാണെങ്കിൽ ഭയങ്കര തണുപ്പ്. സുഹറയുടെ കയ്യിലാണെങ്കിൽ ഒരു പുതപ്പോ അല്ലെങ്കിൽ ഒരു ജാക്കറ്റ് ഒന്നും തന്നെ ഇല്ലായിരുന്നില്ല. അവസാനം മണിക്കൂറുകളുടെ യാത്രയ്ക്ക് ശേഷം വിമാനം കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ്, യാത്രയിൽ യാതൊരു പ്രശ്നമില്ലാതെ എത്തി. ഇനി ലഗേജ് എടുത്തിട്ട് വീട്ടിലേക്ക് പോകണം. സുഹറയെ സ്വീകരിക്കാൻ വേണ്ടി എയർപോർട്ടിലേക്ക് സുഹറയുടെ ആങ്ങളെയായിരുന്നു വന്നത്. എന്നാൽ സുഹറയെ സ്വീകരിക്കാൻ ഹാഷിമിന്റെ വീട്ടിൽ നിന്നാണ് ആളുകൾ വന്നത്. സുഹറയെ അറിയിക്കാൻ മറന്നുപോയിരുന്നു. സുഹറ നാട്ടിലെ നമ്പറിൽ സഹോദരനെ വിളിച്ചു. പക്ഷേ സഹോദരൻ പറഞ്ഞത്
ഹാഷിമിൻ്റെ വീട്ടുകാരാണ് വരുന്നതെന്നാണ്. അങ്ങനെ സുഹ്റയും കൊണ്ട് ഹാഷിമിൻ്റെ വീട്ടുകാർ ഹാഷിമിൻ്റെ വീട്ടിലേക്ക് അങ്ങനെ പോവുകയാണ്. ലഗേജ് ഒന്നും കാര്യമായിട്ടില്ല. വീട്ടിലെത്തി ഹാഷിമിൻ്റെ സഹോദരി സുഹ്റ എത്തിയപാടെ ചോദിക്കാണ്, ആ ഗൾഫുകാരി വന്നോ? എന്തൊക്കെയായിരുന്നു ഗൾഫിൽ പോയി നിൽക്കല്, പിന്നെ ജോലി നോക്കല്, ഇപ്പൊ അവസാനം ഇപ്പൊ എന്തായി, ഒന്നും ഇല്ലാതായില്ലേ? ഹാഷിമിന്റെ പെങ്ങളുടെ ഈ കളിയാക്കില്ല വാർത്ത കേട്ട് സുഹ്റക്ക് ഒരുപാട് വിഷമായി. സുഹ്റ ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോയി. ഓ, ഇപ്പോഴും സംസാര ശേഷി തിരിച്ചു കിട്ടിയിട്ടില്ലല്ലേ? അങ്ങനെ വെറുതെ പൈസ ഒക്കെ കളഞ്ഞതാണ്, പൈസ കളയാൻ വേണ്ടി നിൽക്കുകയാണ് അല്ലേ? അവസാനം ഗത്യന്തരമില്ലാതെ സുഹ്റക്ക് അങ്ങനെ അങ്ങനെ പറയേണ്ടി വരികയാണ്. ആ, എനിക്കിപ്പോ അതുകൊണ്ടല്ലേ സംസാരശേഷി തിരിച്ചിട്ടത്. പിന്നെ ഞാനും കൂടി അവിടെ നിന്നാൽ ഹാഷിംകാക്ക് പിന്നെ കൂടുതൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ കണ്ടറിഞ്ഞ് അങ്ങോട്ട് പോന്നാണ്, അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ല. ആ, അതൊക്കെ ശരി തന്നെയാണ്. എന്നാലും എന്ന് പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങോട്ട് വരാന്. അപ്പൊ അവിടെ അങ്ങനെ നിൽക്കല്ലേ? ഹാഷിമിന്റെ പെങ്ങളുടെ വാക്ക് ഒന്നും ശ്രദ്ധിക്കാതെ സുഹ്റ നേരെ ചെന്നത് ഹാഷിമിന്റെ ഉമ്മാന്റെ അടുത്തേക്കാണ്. ഉമ്മ, അസ്സലാമു അലൈക്കും. സുഖല്ലമ്മ? ആ, എൻ്റെ മോള് വന്നോ? ആ, സുഖമാണ് മോളെ, അൽഹംദുലില്ലാ. പടച്ചോന്റെ കാരുണ്യം കൊണ്ട് അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഉമ്മ, മരുന്നൊക്കെ ശരിക്കും കഴിക്കുന്നില്ലേ? ഇത് പറയുമ്പോഴാണ് ഹാഷിമിന്റെ പെങ്ങൾ ഓടിച്ചാടി വരുന്നത്. ഇവിടെ മരുന്ന് എടുത്തെടുക്കാനൊന്നും ഇവിടെ ആരുമില്ല. എനിക്ക് വല്ലപ്പോഴൊക്കെ വരുമ്പോൾ ഞാൻ എടുത്തു കൊടുക്കുന്നല്ലത്. ആരപ്പോൾ ഇവിടെ നോക്കാൻ? എപ്പോഴും അങ്ങനെ എനിക്ക് നോക്കിയിരിക്കാൻ പറ്റും? ഇല്ല മോളെ, ഓള് പറയണമെന്ന് ഈ കാര്യമാക്കണ്ട. ഓള് ഇവിടെ ഒക്കെ വരാറുണ്ട്. പിന്നെ ഹാഷിമിന്റെ ഉമ്മയുടെ അടുത്ത് സുഹ്റ ഒരുപാട് സമയം സംസാരിച്ചങ്ങനെ ഇരുന്നു. അപ്പൊ ഞങ്ങൾ ഓടി വന്ന് എന്തൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അതൊന്നും മെയിൻ ചെയ്യണില്ല. ഉമ്മ സുഹ്റയോട് പറയാണ്, എൻ്റെ മോക്ക് പടച്ചോന്റെ അനുഗ്രഹം കൊണ്ട് സംസാരശേഷി തിരിച്ചു കിട്ടിയല്ലോ, അതന്നെ മതി, അൽഹംദുലില്ലാ. നമ്മളൊക്കെ ഞാനൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു എൻ്റെ കുട്ടിക്ക്, എൻ്റെ മോൻക്ക് അവളുടെ ഭാര്യ അവളുടെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറ്റി കൊടുക്കണമെന്ന് പടച്ചോനോട് 5 വക്ത് ഇരുന്ന് ഞാൻ ദ്വാരന്നിരുന്നു. ആ, അതെ ഉമ്മ, ഉമ്മാൻ്റെ ഒക്കെ പ്രാർത്ഥനയും അതുകൊണ്ട് മാത്രമാണ് എനിക്ക് സംസാരത്തിന്റെ ശേഷി തിരിച്ചു കിട്ടിയത്. പിന്നെ അതിൽ ഹാഷിംക്കയും പാവ മനുഷ്യനാണ്. ഇക്ക ഒരുപാട് എപ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എൻ്റെ എല്ലാ കാര്യത്തിലും ഇക്കാക്ക് ഭയങ്കര കാര്യമായിരുന്നു. അതല്ല, ഇക്കാൻ്റെ കുറേ പൈസ ചിലവായിട്ടുണ്ട്. ഇൻഷാ അല്ലാ അതൊന്നും സാരില്ല മോളെ, പൈസ ഒക്കെ നമുക്ക് പിന്നെ ഉണ്ടായിക്കോളും. ആരോഗ്യവും നമുക്ക് ഒക്കെയാണ് വേണ്ടത്. ഇൻഷാ അല്ലാ അതൊക്കെ ഉണ്ടായിക്കോളും. എൻ്റെ കുട്ടിക്കൊന്നും സംഭവിക്കൂല. ഹാഷിമിന്റെ ഉമ്മയുടെ ആശ്വാസവാക്കുകൾ കേട്ടപ്പോൾ സുഹ്റക്ക് വളരെയധികം സന്തോഷമായി. അതെ, ഉമ്മമാരുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ മഹത്വമുള്ളതാണ്, മൂല്യമുള്ളതാണ്. സുഹ്റ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. മാതാവിൻ്റെ സ്നേഹമേ ദുനിയാവ് മറന്നിടുമോ മാനവനായുസിൽ, നൽകിയ സ്നേഹത്തിൻ അതിരുണ്ടോ, പകരം നൽകാനൊരു സ്നേഹമുണ്ടോ? മാതാവിൻ്റെ സ്നേഹമേ ദുനിയാവ് അറിഞ്ഞിടുമോ മാനവനായുസിൽ, ഉമ്മ നൽകിയ സ്നേഹത്തിൻ അതിരുണ്ടോ, പകരം നൽകാനൊരു സ്നേഹമുണ്ടോ? ഉദരം തന്നിൽ നാം വസിച്ചു, ആ ചിറകുള്ളിലായി നാം ആശ്വസിച്ചു. ദിനരാത്രങ്ങൾ ക്ലേശങ്ങളായി ഉമ്മ ജീവിതം നമുക്കായി ത്യജിച്ചു. കാരുണ്യത്തിൻ ചിറകുകൾ അവർക്കായി ഉരിഞ്ഞേകണം തണലായി തുണയായി. കാരുണ്യത്തിൻ ചിറകുകൾ അവർക്കായി
ഒനിഞ്ഞേകണം തണലായി തുണയായി മാതാവിൻ്റെ സ്നേഹമേ. ദുനിയാവ് മറന്നിടുമോ മാനവരായുസിൽ ഉമ്മ നൽകിയ സ്നേഹത്തിൻ അതിരുണ്ടോ പകരം നൽകാനിനി സ്നേഹമുണ്ടോ? ഇൻഷാ അല്ലാഹ് ഹാഷിം സൂറയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസങ്ങളിലായിട്ട് അവതരിപ്പിക്കാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവർക്കും എത്തിക്കണം. കാണുമ്പോൾ മുഴുവനായിട്ട് കാണണം. ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്ത് പോയാൽ പിന്നെ നമുക്ക് അതിൻ്റെ ഐഡിയ കിട്ടില്ല ബാക്കിയുള്ള. അപ്പോൾ അതുപോലെ നമ്മുടെ ചാനലിൻ്റെ ഇത് കുറയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇൻഷാ അല്ലാഹ് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.